LIC-യിൽ ഒഴിഞ്ഞുകിടക്കുന്ന ആയിരക്കണക്കിന് തസ്തികകളിൽ ഉടൻ നിയമനം നടത്തണമെന്ന് LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ സമ്മേളനം 54ാമത് വാർഷിക സമ്മേളനം AIIEA ജോയിന്റ് സെക്രട്ടറി TVNS രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. പോളിസി ഉടമകൾക്ക് കൃത്യവും കാര്യക്ഷമവുമായ സേവനം നൽകുവാൻ LIC-യിൽ റിക്രൂട്ട്മെന്റ് അനിവാര്യമാണെന്നും സമ്മേളനം വിലയിരുത്തി. കോഴിക്കോട് സരോജ് ഭവനിൽ നടന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി TVNS രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. LIC-യുടെ തുടർ ഓഹരി വിൽപ്പനയ്ക്കുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും ഇൻഷുറൻസ് രംഗത്ത് 100% വിദേശ നിക്ഷേപം അനുവദിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിൽ CITU സംസ്ഥാന സെക്രട്ടറി PK മുകുന്ദൻ, AIIEA വൈസ് പ്രസിഡന്റ് PP കൃഷ്ണൻ, ജനറൽ സെക്രട്ടറി M കുഞ്ഞികൃഷ്ണൻ, R കിരൺകുമാർ, IK ബിജു തുടങ്ങിയവർ സംസാരിച്ചു. LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ പ്രസിഡന്റ് K ബാഹുലയൻ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി MJ ശ്രീറാം, ജോയിന്റ് സെക്രട്ടറി AD പൂർണിമ തുടങ്ങിയവർ സമ്മേളന പരിപാടികൾക്ക് നേതൃത്വം നൽകി. നമ്മൾ രണ്ട് യൂണിയനുകളും ചേർന്ന് നിൽക്കുകയും ആ പ്രശ്നങ്ങളെ ഒരുമിച്ച് അഭിമുഖീകരിക്കുകയും അതിന്റെ ഭാഗമായി നമ്മളെല്ലാവർക്കും തന്നെ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഓഫ്കോഴ്സ് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. നമുക്ക് നോക്കുമ്പോൾ ഒരു പക്ഷേ താഴെത്തട്ടിൽ വരുമ്പോൾ ചില സന്ദർഭങ്ങളിലെങ്കിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോഴെങ്കിലും ക്ലാസ് 1 ഓഫീസേഴ്സ് മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരു വിശാലമായ തലത്തിൽ ഒരുപാട് കാര്യങ്ങളെ നമുക്ക് ഒരുപോലെയുള്ള ആശയങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പോകാനും നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും നമുക്ക് സാധിക്കും. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ 450-ലധികം പേർ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers present